റഷ്യൻ പ്രസിഡന്റ് പുടിൻ അമേരിക്കയുടെ പ്രസിഡന്റായിട്ടുള്ള ട്രംപിനെ കാണാനായിട്ട് അലാസ്കയിലേക്ക് പോയി. പക്ഷേ ആ മീറ്റിങ്ങിൻ്റെ വിവരങ്ങളൊക്കെ പുറത്തു വന്നെങ്കിലും ഇപ്പോൾ പുറത്തു വരുന്ന ഒരു വിവരം അത് പുടിനായിരുന്നില്ലെന്നാണ്. അങ്ങനെ സംഭവിക്കുമോ? അങ്ങനൊരു ഗൂഢാലോചന സിദ്ധാന്തം ഇപ്പോൾ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഉക്രൈനിൽ വലിയ വാർത്തയാണ്. അലാസ്കയിൽ ട്രംപുമായി ചർച്ച നടത്തിയത് പുടിനല്ല, പുടിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ്, അതിന് ബോഡി ഡബിൾ എന്നാണ് പറയുന്നത്. അങ്ങനെ ഒരു ബോഡി ഡബിളിനെയാണ് റഷ്യ സുരക്ഷാ കാരണങ്ങളാൽ അയച്ചത്. കാരണം അമേരിക്കയുടെ സൈനിക താവളത്തിൽ വെച്ചാണ് മീറ്റിംഗ്. അതെ. അപ്പോൾ അതുകൊണ്ട് മാത്രമല്ല, ഈ മീറ്റിങ്ങിന് മുമ്പ് ട്രംപ് കുറേ ഭീഷണിയൊക്കെ പുറപ്പെടുകയും ചെയ്തു. ഞാൻ ഇറങ്ങിപ്പോവും, ഞാൻ പറയുന്ന അപ്പം അനുസരിച്ചിരിക്കണം, ഇല്ലെങ്കിൽ ഗുരുതരമായ പ്രത്യാഘാതം ഉണ്ടാകും എന്നൊക്കെ പറഞ്ഞതുകൊണ്ട് പുടിൻ അയച്ചത് തൻ്റെ ബോഡി ഡബിളിനെയാണെന്നാണ് ഇപ്പോൾ ഉക്രൈൻ പത്രങ്ങളിലെ വലിയ വാർത്ത. അത് മാത്രമല്ല, ഈ 2023 മുതൽ ഇങ്ങനൊരു അലിഗേഷൻ ഉണ്ട്. കാരണം പുടിന് കാര്യമായ എന്തോ അസുഖമുണ്ട്, അതുകൊണ്ട് പുറത്ത് കാണുന്നതൊക്കെ പുടിനല്ല, പുടിൻ്റെ ഒരു ബോഡി ഡബിളാണ് എന്നുള്ള വാർത്ത മുൻപ് 2023 മുതൽ 2 വർഷം മുമ്പ് മുതൽ തന്നെ ലോകമാധ്യമങ്ങളിലൊക്കെ വന്നിരുന്നു. പക്ഷേ ക്രെംലിൻ അത് നിഷേധിക്കുകയും ചെയ്തു. അപ്പോൾ നമുക്കിതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകാം. എന്തുകൊണ്ടാണ് ഇത് പുടിനല്ല എന്ന് പറയുന്നതിന് ചില തെളിവുകൾ മാധ്യമപ്രവർത്തകർ പറയുന്നുണ്ട്. അപ്പോൾ കീവ് പോസ്റ്റ് എന്ന് പറഞ്ഞ ഉക്രൈനിലെ പത്രം ആണ് ഇത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്തയാക്കി. അവരുടെ ലേഖകൻ സവിസ്തരം തെളിവുകൾ ഹാജരാക്കിയിട്ട് ഇന്ന കാരണങ്ങൾ കൊണ്ട് അത് പുടിനല്ല എന്ന് പറഞ്ഞൊരു ആർട്ടിക്കിൾ തന്നെ പ്രസിദ്ധീകരിച്ചു. അത് സോഷ്യൽ മീഡിയയിലും വലിയ വൈറലായി. അത് കഴിഞ്ഞ് വലിയ ചർച്ചയാണ് ഉക്രൈനിൽ. അപ്പോൾ അമേരിക്കയിലും ഇത് ചർച്ചയാവുന്നുണ്ട്. പക്ഷേ അമേരിക്കയിലെ പ്രധാനപ്പെട്ട ചർച്ച എന്ന് പറയുന്നത് ട്രംപ് പുടിന് മുന്നിൽ തോറ്റുപോയി എന്നുള്ളതാണ്. ഇപ്പോൾ സെലൻസ്കി ആയിട്ടുള്ള ചർച്ചയുടെ റിസൾട്ട് പുറത്തു വരുമ്പോഴും അത് വ്യക്തമാകുന്നുണ്ട്. കാരണം പുടിൻ എന്താണ് പറഞ്ഞത്? പുടിൻ പറഞ്ഞ് ഞാൻ പിടിച്ചെടുത്ത ഭൂമി മുഴുവൻ എൻ്റെ കയ്യിലായിരിക്കും, ഒന്നും വിട്ടുകൊടുക്കത്തില്ല. നാറ്റോയിൽ പുടിനെ സെലൻസ്കിയെ ഉക്രൈനെ ചേർക്കാനും പാടില്ല എന്ന് 2 കണ്ടീഷനാണ് പുടിൻ ട്രംപിനോട് മുന്നോട്ട് വെച്ചത്. അത് രണ്ടും നടപ്പാക്കണം എന്നാണ് ട്രംപ് ഇപ്പോൾ ഉക്രൈനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. കാരണം പിടിച്ചെടുത്ത അത്രയും ഭൂമി മറന്നേക്ക്, അത് റഷ്യ കൊണ്ടുപോകും, ഇനി നാറ്റോയിൽ ചേരുവൊന്നും വേണ്ട, നിനക്ക് സംരക്ഷണമൊക്കെ ഞാൻ തന്നോളാം എന്ന തരത്തിലുള്ള ഒരു വ്യവസ്ഥയാണ് ഈ സെലൻസ്കിയും യൂറോപ്യൻ നേതാക്കളും ട്രംപുമായി നടത്തിയ ചർച്ചയുടെ ഫലമായി ഉരുത്തിരിഞ്ഞു വന്നതാണ് ഇപ്പോൾ വാർത്തകൾ വരുന്നത്. അതവിടെ നിൽക്കട്ടെ, അതിലേക്ക് നമുക്ക് പിന്നീട് അടുത്ത ടോക്കുകളിൽ നമുക്ക് അതിലേക്ക് പോകാം. ഏതായാലും ഈ ബോഡി ഡബിൾ എന്ന് പറയുന്നത് ആദ്യത്തെ കാര്യമൊന്നുമല്ല. ലോകപ്രസിദ്ധരായ ഒരുപാട് നേതാക്കന്മാർ ഇതുപോലെ ബോഡി ഡബിൾ ഉപയോഗിച്ചിട്ടുണ്ട്. അതിലേറ്റവും പ്രസിദ്ധനായ ഒരു ബോഡി ഡബിൾ ജോസഫ് സ്റ്റാലിൻ്റെയാണ്. സോവിയറ്റ് യൂണിയൻ്റെ പരമാധികാരിയായിരുന്ന ജോസഫ് സ്റ്റാലിൻ അതുപോലെ ഒരു ബോഡി ഡബിളിനെ ഉപയോഗിച്ചിരുന്നു. അതിലേറ്റവും 4 ബോഡി ഡബിൾസ് ഉണ്ടായിരുന്നു സ്റ്റാലിന് പകരം പലയിടത്തും പോകുന്നത് ഈ 4 പേരിൽ ഒരാളായിരുന്നു. അതിൽ ഏറ്റവും പ്രസിദ്ധനായ ആളുടെ പേര് ഫെലിക്സ് ഡാഡേവ് എന്നായിരുന്നു. ഫെലിക്സ് ഡാഡേവ് പണ്ടൊരു നടനായിരുന്നു. പിന്നീട് അയാൾ ഒരു ബാലെ ഡാൻസറൊക്കെ ആയിരുന്നു ചെറുപ്പത്തിൽ. അയാളുടെ ഒരു ടീനേജിൽ കൗമാരപ്രായത്തിൽ. പിന്നീട് അയാൾ 2ാം ലോക മഹായുദ്ധകാലത്ത് സോവിയറ്റ് സേനയിൽ ചേർന്നു. സോവിയറ്റ് സേനയിൽ ചേരുമ്പോൾ 24 വയസ്സാണ്. അപ്പോൾ സ്റ്റാലിന് 60 വയസ്സുണ്ട്. നമുക്ക് ഈ പ്രധാനപ്പെട്ട ഏതാനും ബോഡി ഡബിൾസിൻ്റെ കാര്യം പറഞ്ഞിട്ട് ഈ പുടിൻ്റെ കഥയിലേക്ക് പോകാം. അപ്പോൾ സ്റ്റാലിന് 60 വയസ്സുള്ള സമയത്ത് 2ാം ലോക മഹായുദ്ധത്തിൽ പങ്കെടുത്ത് ഈ ഫെലിക്സ് ഡാഡേഡേവിന് ഗുരുതരമായി പരിക്ക് പറ്റി ഇയാൾ മിലിറ്ററി ഹോസ്പിറ്റലിൽ ചികിത്സയായിരുന്നു. അപ്പോൾ ചികിത്സിച്ചുകൊണ്ടിരുന്ന ഡോക്ടർമാരാണ് ഇയാൾ നോക്കിയപ്പോൾ ഇയാൾക്ക് സ്റ്റാലിൻ്റെ ഒരു വിദൂര ചായയുണ്ട്. അപ്പോൾ പ്രായവ്യത്യാസമുണ്ട്, എന്നാൽ 40 വയസ്സിൻ്റെ വ്യത്യാസമുണ്ട്. എന്നാലും ഇവർ ചില തീരുമാനമെടുത്തു. ഇവരങ്ങ് ഡിക്ലെയർ ചെയ്തു, ഫാമിലിയോട് പറഞ്ഞു ഡാഡേവ് മരിച്ചു പോയതിന് ശേഷം ഇയാളെ സ്റ്റാലിൻ്റെ ഒരു ബോഡി ഡബിളാക്കി. പ്രായവ്യത്യാസം ഉണ്ടെങ്കിലും മേക്കപ്പ്, പിന്നീട് നിരന്തരം സ്റ്റാലിനെ നിരീക്ഷിക്കുക, എന്നിട്ട് സ്റ്റാലിനെ പോലെ ബിഹേവ് ചെയ്യുക, പെരുമാറുക, ഇത്തരം ശീലങ്ങൾ പഠിപ്പിച്ച് സ്റ്റാലിൻ്റെ ഡിക്കോയ് അല്ലെങ്കിൽ ബോഡി ഡബിളാക്കി ഫെലിക്സ് ഡാഡേവിനെ മാറ്റി. ഇയാൾ പിന്നീട് ഇത് ഒരു പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. ഇയാൾ പറയുന്നു, സ്റ്റാലിൻ യാത്ര ചെയ്യുന്നു, പലയിടത്തും ജനങ്ങളെ അഭിവാദ്യം ചെയ്തുകൊണ്ടൊക്കെ കാറിൽ സ്റ്റാലിനായിട്ട് പോയത് ഞാനാണ്, സ്റ്റാലിൻ വന്നിട്ടില്ല. അപ്പോൾ സ്റ്റാലിൻ വലിയ ഏകാധിപതി ആയിരുന്നെങ്കിലും വലിയ ഭീരുവും കൂടിയായിരുന്നു. പൊതുജനത്തിൽ സമക്ഷം ഇറങ്ങിയാൽ ആരെങ്കിലും തന്നെ കൊന്നാലോ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ ഇപ്പോൾ ലെനിനെ പോലും കൊന്നത് സ്റ്റാലിനാണെന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചരിത്രം പരിശോധിക്കുമ്പോൾ ചില ആരോപണം, പാബ്ലോ നെരൂദയെ കൊന്നു, ലെനിനെ കൊന്നു എന്നൊക്കെ സ്റ്റാലിൻ്റെ പേര്. സ്റ്റാലിൻ വലിയ ഏകാധിപതിയായിരുന്നു, ലക്ഷക്കണക്കിന് മനുഷ്യരെ കൊന്നിട്ടുണ്ട് സ്വന്തം രാജ്യത്തും യുദ്ധങ്ങളിലൂടെയും. അതുകൂടാതെ തൻ്റെ പാർട്ടിയിലെ രാഷ്ട്രീയമായി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ തനിക്കെതിരെ വരുന്നവരെയൊക്കെ ഉന്മൂലനം ചെയ്ത ശീലം സ്റ്റാലിനുണ്ട്. അതുകൊണ്ട് തന്നെ സ്റ്റാലിന് ഭയങ്കര പേടിയായിരുന്നു. അങ്ങനെയായിരുന്നു ഫെലിക്സ് ഡാഡേവിനെ തൻ്റെ ഡിക്കോയി ആയിട്ട് ഉപയോഗിച്ചതെന്നാണ് ചരിത്രത്തിൽ പറയുന്നത്. ഇനി മറ്റൊന്നുള്ളത് സദ്ദാം ഹുസൈനും ഈ പറഞ്ഞതുപോലെ ഒന്നിലേറെ ഡിക്കോയ്സ് ഉണ്ടായിരുന്നു. പലപ്പോഴും നമ്മൾ കാണുന്ന സദ്ദാം ഹുസൈൻ ആയിരുന്നില്ല
യഥാർത്ഥ സദ്ദാം ഹുസൈൻ. അത് ലത്തീഫ് ഹാനിയ എന്ന് പറയുന്ന ഒരാളുണ്ട്. ലത്തീഫ് ഹാനിയ എന്ന് പറയുന്ന ആൾ ഇങ്ങനെ അപരനായി വേഷം കെട്ടിയ ആളാണ്. അതിനുശേഷം ഇയാൾ പിന്നീട് ഒരു പുസ്തകം എഴുതി. ഡബിൾസ് ഡബിൾ എന്നാണ് പേര്. ചെകുത്താൻ്റെ ഡബിളായിട്ട് ഞാൻ പ്രവർത്തിച്ചു എന്ന് പറഞ്ഞ് സദ്ദാം ഹുസൈനെ കുറിച്ച്, സദ്ദാം ഹുസൈൻ്റെയും ഇടയ്ക്ക് സദ്ദാം ഹുസൈൻ്റെ മകനും ഉണ്ടായിരുന്നു ഈ പറഞ്ഞ പോലെ ഒരു ബോഡി ഡബിൾ എന്ന് പറയുന്നത്. മകന് പകരം പലയിടത്തും പോകുന്നത് മകൻ്റെ ഒരു ബോഡി ഡബിളായിരുന്നു. അപ്പോൾ ലത്തീഫ് യാഹിയയുടെ ഈ പുസ്തകം ഇപ്പോഴും ലഭ്യമാണ്, ഡബിൾസ് ഡബിൾ എന്ന പേരിൽ. അപ്പം നമ്മളിതൊക്കെ വെറുതെ നേതാക്കന്മാർക്ക് പകരം വേറെ ആളെ വിടുന്നു എന്നൊക്കെ പറയുന്നത് കള്ളത്തരമാണെന്ന് പറയുന്നവർക്ക് ഈ പുസ്തകങ്ങളൊക്കെ വായിച്ചു നോക്കാം. ഇനി അങ്ങനത്തെ വലിയ സുരക്ഷാ ഭീഷണി ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഏതർത്ഥത്തിലാണെന്ന് അറിഞ്ഞുകൂടാത്ത ഒരാളാണ് ബ്രിട്ടീഷ് രാജ്ഞി. ബ്രിട്ടീഷ് രാജ്ഞി ഒരു അലങ്കാര പദവിയാണ്. അലങ്കാര പദവിയിലിരിക്കുന്ന ക്യൂൻ എലിസബത്ത് രണ്ടാമന് സെക്കൻഡ്, അതിന് ഏതാണ്ട് 30 വർഷത്തോളം ഒരു ബോഡി ഡബിൾ ഉണ്ടായിരുന്നു. ആ ബോഡി ഡബിളിൻ്റെ പേര് എല്ലാ ബ്ലാക്ക് എന്തായിരുന്നു. അതായത് ക്യൂൻ എലിസബത്തിന് പകരം പലയിടത്തും പങ്കെടുക്കുന്നത് എല്ലാ ബ്ലാക്ക് ആയിരുന്നു. അതിന് പ്രധാനപ്പെട്ട ഒരു കാര്യം പറയുന്നത്, പലരും ഇത് കണ്ടുപിടിച്ചെങ്ങനെ അറിയോ, ക്യൂൻ എലിസബത്തിന് 5 അടി 2 ഇഞ്ച് ഉയരം ഉണ്ടായിരുന്നുള്ളൂ. 5 അടി 2 സെൻറ്റിമീറ്റർ അല്ലേ, ഇഞ്ചല്ല. 5.2 5 അടി 2 ഇഞ്ചോ കണക്ക് പറഞ്ഞത് കണ്ട. അപ്പോൾ അതായിരുന്നു ഉയരം. പക്ഷേ പലയിടത്തും ക്യൂൻ എലിസബത്ത് പങ്കെടുത്ത ചിത്രങ്ങളിൽ അതിൽ കൂടുതൽ ഉയരം കണ്ടിട്ടുണ്ട്. അങ്ങനെയാണ് അവരെക്കാട്ടിൽ ഉയരം കാണുന്നു. അതുകൊണ്ടാണ് ഇതൊരു ബോഡി ഡബിൾ ആണോ എന്നുള്ള ആശയം പലർക്കും സംശയം ഉണ്ടാവുകയും പിന്നീട് എല്ലാ ബ്ലാക്ക് എന്ന് പറയുന്ന ഈ സ്ത്രീ തന്നെ ഞാൻ 30 വർഷത്തോളം ഇവരുടെ ബോഡി ഡബിൾ ആണെന്ന് വെളിപ്പെടുത്തുകയും ചെയ്തു. ഇനി മറ്റൊരാളുള്ളത് ആരാന്നറിയോ, ക്യൂബൻ ഏകാധിപതിയായിരുന്ന കമ്മ്യൂണിസ്റ്റ് നേതാവായിരുന്ന ഫിഡൽ കാസ്ട്രോ. ഫിഡൽ കാസ്ട്രോയ്ക്കും ഇതുപോലെ ബോഡി ഡബിൾ ഉണ്ടായിരുന്നു. കാരണം കമ്മ്യൂണിസ്റ്റ് ഭരണം ക്യൂബയിൽ വന്നപ്പോൾ ക്യൂബൻ സർക്കാരിനെ അട്ടിമറിക്കാൻ അമേരിക്ക സർവ്വസന്നാഹങ്ങളും നോക്കിയല്ലോ. അതുകൊണ്ട് എങ്ങനെയും അമേരിക്ക അല്ലെങ്കിൽ CIA തന്നെ കൊല്ലൂ എന്നുള്ള പേടി കാസ്ട്രോയ്ക്ക് ഉണ്ടായിരുന്നു. അതുകൊണ്ട് കാസ്ട്രോയ്ക്ക് വേണ്ടി പലയിടത്തും പോയിരുന്നത് ഈ ബോഡി ഡബിളാണ്. അപ്പോൾ അതിനകത്ത് ഈ ജൂൺ റെയ്നാൾഡോ എന്ന് പറയുന്ന ഒരാൾ 17 വർഷം കാസ്ട്രോയുടെ പേഴ്സണൽ ബോഡി ഗാർഡ് സുരക്ഷാ ഓഫീസറായിരുന്ന ഈ ജൂൾ റെയ്നാൾഡോ ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്. ഡബിൾ ഓഫ് കാസ്ട്രോ എന്ന പേരിൽ ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്. അതിനകത്ത് പറയുന്നുണ്ട് എത്ര പേരെ ഏതെല്ലാം സമയത്ത് ഏതെല്ലാം ചടങ്ങുകളിൽ ഞാൻ കാവൽ നിന്നത് കാസ്ട്രോയ്ക്കല്ല, കാസ്ട്രോയുടെ ഡ്യൂപ്ലിക്കേറ്റിനാണ് എന്ന് പറഞ്ഞ് ജൂൺ റെയ്നാൾഡോ ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്. പിന്നീട് മറ്റൊരു പ്രസിദ്ധനായ ഒരു ബോഡി ഡബിൾ കൊണ്ടു നടന്നത് സുക്കാർണോ ആയിരുന്നു, ഇന്തോനേഷ്യയുടെ ആദ്യത്തെ പ്രസിഡന്റ്. ഈ സുക്കാർണോയുടെ കാര്യത്തിൽ സുക്കാർണോയെ ഒരു ബോഡി ഡബിളിനെ ഉണ്ടാക്കി, CIA ഒരു ബോഡി ഡബിളിനെ ഉണ്ടാക്കി. CIA ബോഡി ഡബിളിൻ്റെ കഥ ആദ്യം പറയാം. കാരണം സുക്കാർണോയുടെ ഭരണം ഏത് തരത്തിലും ഇന്തോനേഷ്യയിൽ അട്ടിമറിക്കണമെന്ന് CIA തീരുമാനിച്ചു. ആ ഇടയ്ക്ക് സുക്കാർണോയ്ക്ക് ഒരു റഷ്യൻ സ്ത്രീയുമായിട്ട് ഒരു അഫയർ ഉണ്ടായിരുന്നു, ഒരു പ്രേമബന്ധവും എല്ലാ ബന്ധവും ഉണ്ടായിരുന്നു. അപ്പോൾ ഇവർ തീരുമാനിച്ചു സുക്കാർണോയുടെ ഭയങ്കര ജനകീയനായ നേതാവാണ്, ഇവനെ നാറ്റിക്കാൻ വേണ്ടി ഒരു പണി ചെയ്യാം. സുക്കാർണോയുടെ ഒരു ബോഡി ഡബിളിനെ അമേരിക്ക കണ്ടെത്തി. എന്നിട്ട് അയാളും ഒരു റഷ്യൻ സ്ത്രീയും കൂടെ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്ന ഒരു വീഡിയോ ഷൂട്ട് ചെയ്യാൻ തീരുമാനിച്ചു. അങ്ങനെ ഏതാണ്ട് സുക്കാർണോയെ പോലെ സാമ്യമുള്ള ഒരു ബോഡി ഡബിളിനെ കണ്ടെത്തി ഇത് ഷൂട്ട് ചെയ്യാൻ വന്നപ്പോഴത്തേക്ക് ഇയാൾ ചില ആംഗിളിൽ ഇയാളുടെ മുഖം സുക്കാർണയല്ല. അപ്പോൾ ഇവർ തീരുമാനിച്ചു ഒരു മാസ്ക് ഉണ്ടാക്കാം. മാസ്ക് ഉണ്ടാക്കിയിട്ട് ആ മാസ്ക് ഇട്ട് മേക്കപ്പ് ചെയ്ത് ബാക്കി പോരായ്മ നികത്തിയിട്ട് സുക്കാർണയെ പോലെ ആക്കി ഒരു ബോഡി ഡബിളിനെ ഉണ്ടാക്കിയിട്ട് ഷൂട്ട് ചെയ്യാനായിട്ട് ഇവർ എല്ലാം റെഡിയാക്കി, ഷൂട്ടിങ്ങിന് ഫ്ലോറൊക്കെ റെഡിയാക്കി. പക്ഷേ അതിൻ്റെ ആദ്യമേ ഷൂട്ടിന് മുമ്പ് കുറേ ഫോട്ടോഷൂട്ട്സ് എടുത്തു. പക്ഷേ ഫോട്ടോഷൂട്ട്സ് മാത്രമേ എടുത്തുള്ളൂ. പിന്നീട് വീഡിയോ ഷൂട്ട് ചെയ്യുകയോ വീഡിയോ പുറത്തു വരികയോ ചെയ്തില്ല. അതായത് ആ CIA പിന്നീട് ഇത് അബോർട്ട് ചെയ്തു. എന്തുകൊണ്ടാണെന്ന് ഇപ്പോഴും ദുരൂഹമാണ്. പക്ഷേ സുക്കാർണോയ്ക്ക് പേടിയുണ്ടായിരുന്നു തന്നെ അമേരിക്ക തട്ടുമെന്ന്. അതുകൊണ്ട് സുക്കാർണോ എന്ത് ചെയ്തു, ഈ ബോഡി ഡബിൾസിനെ ഉപയോഗിച്ചിട്ടുണ്ട്. ഇതാണ് പൊതുവിൽ നമ്മൾ നോക്കുമ്പോൾ. പിന്നെ ഇത് ചില സൈന്യത്തലവന്മാർ, അപ്പോൾ അതൊന്നും വളരെ പോപ്പുലർ പേരല്ലാത്തതുകൊണ്ട് ഞാൻ പറയുന്നില്ല, അമേരിക്കയുടെയും റഷ്യയുടെയും ഒക്കെ ഉൾപ്പെടെ പല പ്രധാനപ്പെട്ട ലോകരാജ്യങ്ങളുടെയും സൈനിക മേധാവികൾ ബോഡി ഡബിൾസിനെ ഉപയോഗിച്ചിട്ടുണ്ട്. പക്ഷേ അവരുടെയൊക്കെ പേര് പറഞ്ഞാൽ നമ്മുടെ ആളുകൾക്ക് അത്ര സുപരിചിതമല്ലാത്തതുകൊണ്ട് നമ്മളത് വിടണ്ട. പക്ഷേ ഇപ്പം നമുക്ക് തോന്നുന്നത് നമ്മുടെ ഇപ്പോഴത്തെ വിവാദം എന്ന് പറയുന്നത് ഈ പുടിനുമായി ബന്ധപ്പെട്ടാണല്ലോ. പുടിനുമായിട്ടുള്ള ബന്ധം, പുടിൻ മോസ്കോയ്ക്ക് പോകുന്നു. മോസ്കോയ്ക്ക് പോകും മുമ്പുള്ള പുടിൻ്റെ ചിത്രം, അലാസ്കയിൽ ഇറങ്ങിക്കഴിഞ്ഞുള്ള പുടിൻ്റെ ചിത്രം, ഈ 2 ചിത്രങ്ങളും എടുത്ത് കീവ് പോസ്റ്റിൻ്റെ കറസ്പോണ്ടൻ്റായ ജാഡൻ ജെയ്സ്മാൾട്ട് പബ്ലിഷ് ചെയ്തു. എന്നിട്ട് പറഞ്ഞു നോക്കൂ, ഈ 2 പടങ്ങളും തമ്മിൽ വ്യത്യാസമുണ്ട്. 2 പടങ്ങളിൽ ഒന്ന് ഈ പുടിൻ്റെ ഈ മോസ്കോയിൽ നിൽക്കുന്ന പുടിൻ്റെ കൺപോളകൾ, ആ കൺപോളകളല്ല അലാസ്കയിൽ കണ്ട
പുട്ടിൻ്റെ കൺബോർഡുകൾ. പിന്നെ മൊത്തം കാതുകളുടെ കാര്യത്തിൽ വ്യത്യാസമുണ്ട്. പിന്നെ ജോ ലൈൻ, താടിക്കൊരു വരയുണ്ടല്ലോ, ഈ ജോ ലൈനിൽ വ്യത്യാസമുണ്ട്. അതുകൂടാതെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, പുട്ടിനൊരു ചെറിയ നുണക്കുഴിയുണ്ട്. ഈ നുണക്കുഴി ഈ രണ്ട് ചിത്രങ്ങളിലും വ്യത്യാസമുണ്ട്. അപ്പോൾ അതുകൊണ്ട് മാത്രമല്ല, പിന്നെ ഇയാൾ ജാവൻ ജയ്സ്മാൾട്ട് വളരെ വിശദമായിട്ട് ആ ലേഖനത്തിൽ എഴുതി. അത് മാത്രമല്ല, അവിടെ ചെന്ന പുട്ടിനെ കാണുന്നത്, പുട്ടിൻ ചിരിക്കുകയൊക്കെ ചെയ്യും, പക്ഷേ ഇത് എപ്പോഴും ചിരിക്കുന്നൊരു പുട്ടിനെയാണ് കണ്ടത്. പലപ്പോഴും ചിരി അടക്കാൻ ശ്രമിക്കുന്നൊരു പുട്ടിനെയും കണ്ടു. അതിന് ട്രംപിനെ കളിയാക്കിക്കൊണ്ടാണോ എന്നറിയില്ല. ഏതായാലും അത് സാധാരണയായി പുട്ടിൻ്റെ ഒരു ബോഡി ലാംഗ്വേജ് ആയിരുന്നില്ല അവിടെ കണ്ടതെന്ന് പറഞ്ഞ് കീവ് പോസ്റ്റിൽ ഈ ലേഖനം വരികയും ഇത് എക്സിൽ ഈ ലേഖനം പുനഃപ്രസിദ്ധീകരിക്കുകയും ചെയ്തു. അത് ഭയങ്കര വൈറലായി അവിടെ ഉക്രൈനിൽ. അത് കഴിഞ്ഞപ്പോൾ മറ്റു ചില ആളുകളും ഇത് സംബന്ധിച്ച്, അതായത് മിഖായൽ വെർസ്റ്റേറ്റൻ എന്ന് പറയുന്ന മറ്റൊരാൾ, ഈ പുട്ടിൻ്റെ സൈഡ് വ്യൂ ഉണ്ടല്ലോ, അതെല്ലാം കൂടെ എടുത്ത് വീഡിയോ എല്ലാം കട്ട് ചെയ്ത് വേറൊരു ഒരു ആർട്ടിക്കിൾ പ്രസിദ്ധീകരിച്ചു. അതിൽ പറയുന്നത്, പുട്ടിൻ എപ്പോഴും നടക്കുമ്പോൾ തൻ്റെ വലത് കൈ ശരീരത്തോട് ചേർത്ത് വെക്കും, എന്നിട്ട് ഇടത് കൈയാണ് ഇങ്ങനെ വീശുന്നത്. പഴയ ജൂഡോ ബ്ലാക്ക് ബെൽറ്റുകാരനാണ് പുട്ടിൻ. KGBയുടെ ഓഫീസറായിരുന്നല്ലോ. അപ്പോൾ പുട്ടിനുള്ള സമയത്ത് തന്നെ KGBയിൽ നമ്മുടെ ട്രംപ് ഉണ്ടായിരുന്നു എന്നൊരു അലിഗേഷൻ ഇതിനു മുമ്പ് വന്നിരുന്നു. അപ്പോൾ വലത് കൈ ഇങ്ങനെ ശരീരത്തോട് ചേർത്ത് അനക്കാതെ ഇടത് കൈ വീശിയാണ് പുട്ടിൻ നടക്കുന്നത്. പക്ഷേ അലാസ്കയിൽ കണ്ട പുട്ടിൻ അങ്ങനെയല്ല നടന്നത്. ഇങ്ങനെ വന്നിട്ട് വലിയ തരത്തിലുള്ള, ഇത് വെറുതെ ഒന്നുമില്ല, ആ ഒരു ശരീരഭാഷയൊക്കെ വിശകലനം ചെയ്തിട്ട് അനലൈസ് ചെയ്തിട്ടാണ്, സൈഡ് ബൈ സൈഡ് ചിത്രങ്ങളൊക്കെ കൊടുത്തിട്ടാണ് ഈ മിഖായൽ വെർസ്റ്റേറ്റൻ്റെ ആർട്ടിക്കിൾ വന്നിരിക്കുന്നത്. ഇതെല്ലാം ഇപ്പോൾ ഇത് പ്രധാനപ്പെട്ട ചർച്ച ഏറ്റവും കൂടുതൽ ഇത് പ്രചരിക്കുന്നത് ഉക്രൈനിലാണ്. കാരണം ഉക്രൈൻ്റെ ഭാഗതയും സംബന്ധിച്ചാണല്ലോ ചർച്ച നടന്നത്. എങ്ങനെ ഉക്രൈൻ എങ്ങനെയാവണമെന്ന് ഉക്രൈനെ കൂട്ടാതെ വേറെ രണ്ടുപേരും ചർച്ച ചെയ്യുക. സിനുവിൻ്റെ കാര്യം തീരുമാനിക്കാൻ വേണ്ടി സിനുവിനെ പുറത്ത് നിർത്തിയിട്ട് ഞാനും പ്രശാന്തും കൂടെ ചർച്ച ചെയ്ത് അന്വേഷിക്കും. അതിന് സമാനമായിട്ടുള്ള ചർച്ചയാണ് അവിടെ നടന്നു നിന്നുകൊണ്ട് ഉക്രൈനിൽ ഇതെല്ലാം വലിയ വാർത്തയാണ്. ഏതായാലും പുട്ടിന് ബോഡി ഡബിൾ ഉണ്ടോ അതോ ഇനി ട്രംപിന് ബോഡി ഡബിൾ ഉണ്ടോ എന്ന് നമുക്കറിയില്ല. ഒരുപക്ഷെ ഉണ്ടായിരിക്കാം. ലോകത്ത് പല രാജ്യത്തും പല നേതാക്കന്മാർക്കും ഇത്തരം ബോഡി ഡബിൾസ് ഉണ്ടായി, സുരക്ഷാ പ്രശ്നങ്ങൾ കൊണ്ട് തന്നെയാണ്, അല്ലേ? അപ്പോൾ ട്രംപിൻ്റെ കാര്യം, ട്രംപ് തെരഞ്ഞെടുപ്പിന് മുമ്പ് വെടിയേറ്റു, കാതിലാണ് വെടികൊണ്ടത്. ഇനിയിപ്പം ട്രംപിന് ബോഡി ഡബിൾ ഉണ്ടായിക്കൂടാഴികയില്ല. ഏതായാലും പുട്ടിനെ സംബന്ധിച്ച്, പുട്ടിൻ ലോകത്തിലെ ഏറ്റവും ശക്തമായ സുരക്ഷാ സംവിധാനത്തിൽ, അമേരിക്കൻ പ്രസിഡന്റാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നതെങ്കിലും മാധ്യമങ്ങളൊക്കെ പറയുന്നത്, പാശ്ചാത്യ മാധ്യമങ്ങളോട് പറയുന്നുണ്ട്, അമേരിക്കൻ പ്രസിഡന്റിനേക്കാളും വലിയ സുരക്ഷാ സന്നാഹങ്ങളിൽ കഴിയുന്ന ആളാണ് പുട്ടിനെന്ന്. അതുകൊണ്ട് പുട്ടിന് ഒരുപക്ഷെ അമേരിക്കയിൽ, അലാസ്കയിൽ അമേരിക്കയുടെ സൈനിക താവളത്തിലുള്ള ചർച്ചയ്ക്ക് പങ്കെടുക്കുമ്പോൾ, കാരണം പുട്ടിൻ എന്താണ് പുട്ടിൻ്റെ തീരുമാനം നേരത്തെ തന്നെ വന്നു കഴിഞ്ഞു. പുട്ടിൻ നിലപാട് വളരെ മുമ്പേ വ്യക്തമാക്കി, ഞാൻ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറല്ല, വെടിനിർത്തലില്ല. ഇപ്പോൾ ട്രംപ് വെടിനിർത്തൽ വേണമെന്ന് പറഞ്ഞാൽ ട്രംപ് എന്താ പറഞ്ഞത്, ഒരു സമാധാന കരാർ മതിയെന്ന് ട്രംപ് പുറകോട്ട് പോയി. അപ്പോൾ വളരെ മുൻപേ തന്നെ തൻ്റെ തീരുമാനം എന്താണെന്ന് പ്രഖ്യാപിച്ചിട്ട് വന്ന ആളാണ് പുട്ടിൻ. അതുകൊണ്ട് കൂടുതൽ ചർച്ചയ്ക്കൊന്നും കാര്യമില്ല. അവിടെ പോവുക, ചാപ്പാടടിക്കുക, ബീസ്റ്റ് എന്ന് പറഞ്ഞ അമേരിക്കൻ പ്രസിഡന്റിൻ്റെ കാറുണ്ടല്ലോ, അതിൽ കയറി യാത്ര ചെയ്യുക, ഗാർഡ് ഓഫ് ഓണർ സ്വീകരിക്കുക, അടുത്ത വണ്ടിക്ക് തിരിച്ചു പോരുക. ഇതാണ് ആകെയുള്ള പണി. അതിനു വേണ്ടിയിട്ട് പുട്ടിൻ തന്നെ പോണോ, ഒരു ഡ്യൂപ്ലിക്കേറ്റിനെ വിട്ടാൽ പോരെ എന്ന് പുട്ടിൻ ആലോചിച്ചിട്ടുണ്ടെങ്കിൽ, റഷ്യ ആലോചിച്ചിട്ടുണ്ടെങ്കിൽ തെറ്റ് പറയാൻ പറ്റുകയില്ല. ഏതായാലും ഈ ബോഡി ഡബിൾ തിയറി ഇപ്പോൾ വലിയ ചർച്ചയാണ് ഉക്രൈനിലും അമേരിക്കയിലും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.